50 ലക്ഷം രൂപ നഷ്ടപരിഹാരം, കുടുംബത്തിൽ ഒരാൾക്ക് ജോലി എന്നിവയാണ് അബ്രഹാമിൻ്റെ കുടുംബം ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. ഉറപ്പ് ലഭിച്ചില്ലെങ്കിൽ മൃതദേഹം ഏറ്റുവാങ്ങില്ല എന്നാണ് കുടുംബം ഇപ്പോൾ പറയുന്നത്. കാട്ടുപോത്തിനെ കാട് കയറ്റണമെന്ന് പലതവണ ആവശ്യപ്പെട്ടിരുന്നെന്ന് ഭാര്യ തെയ്യാമ്മ 24നോട് പറഞ്ഞു. ഞാൻ വീഴ്ചയിലായത് കുറേ ആയതാ. എന്നെ നോക്കുന്ന എൻ്റെ കെട്ടിയും പോയി, ഞാൻ നോക്കാനില്ല. രാവിലെ 7 മണിയായപ്പോൾ 7:15 പോണ്ടെന്ന് പറഞ്ഞ ഞാൻ മിനിയാന്നും പോയിട്ട് വന്നതാ. അന്ന് 3:30 വന്നു. ഇതിങ്ങനെ വരുമെന്ന് അറിഞ്ഞില്ലല്ലോ ആരും. ഇല്ലല്ല, ഇത് കുറേ ആയി കാട്ടുപോത്തിറങ്ങിയിട്ട്. കുഞ്ഞുങ്ങളടക്കമുണ്ട്. നിങ്ങളൊക്കെ വനംവകുപ്പിനെയൊക്കെ അറിയിച്ചല്ലേ ഈ പ്രശ്നം? എല്ലാരെയും അറിയിച്ച, നടപടിയൊന്നും ഉണ്ടായില്ല. ഒരു നടപടിയില്ല. നമ്മൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരു 50 ലക്ഷത്തിന്റെ പൈസ കൊടുക്കണം. ഒരാൾക്ക് സർക്കാർ തൊഴിൽ കൊടുക്കണം. ഇവരിപ്പം എന്ന് പറഞ്ഞാൽ ഇവർ അത്താണിയാണ് പോയിരിക്കുന്നത്. അപ്പൊ ആ തൊഴിൽ കൊടുക്കണം, ജോലി കൊടുക്കണം. അതുപോലെ തന്നെ ഈ വന്യമൃഗങ്ങളെ നമ്മുടെ നാട്ടിൽ നിന്ന് തുരത്താനുള്ളൊരു സംവിധാനം ഫോറസ്റ്റും സർക്കാരും കണ്ടെത്തണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. അല്ലെങ്കിൽ മൃതദേഹമായിട്ട് നമ്മൾ ഇന്നിപ്പോ പോസ്റ്റ്മോർട്ടം നടത്തണമെങ്കിൽ തന്നെ ഈ തീരുമാനങ്ങളായിട്ട് അവിടുന്ന് ബോഡി എടുക്കുള്ളൂ. അതാണ് ഇന്നലത്തെ തീരുമാനങ്ങൾ. കോഴിക്കോട് അക്രമത്തിൽ മരിച്ച മരിച്ച അബ്രഹാമിൻ്റെ വീട്ടിൽ രാഹുൽ സുരേഷിനോട് നമ്മുടെ പ്രതിനിധി കക്കയത്താണ് ഈ വീട്. രാഹുൽ സുരേഷ് നമുക്കൊപ്പം ചേരുന്നു. രാഹുൽ സുരേഷ്, പറയൂ, ഈ വീട്ടിലെ യഥാർത്ഥത്തിൽ വീട്ടുകാരുടെ ആവശ്യം വളരെ ന്യായമാണ്. സർക്കാർ തലത്തിൽ എന്തെങ്കിലും ഉറപ്പ് അവർക്ക് ലഭിച്ചോ? നമ്മളിപ്പോൾ ഉള്ളത് അബ്രഹാമിന്റെ വീട്ടിലാണ്. നമ്മൾ അവരുടെ പ്രതികരണം, അതായത് അബ്രഹാമിന്റെ ഭാര്യ തെയ്യാമ്മയുടെയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളുടെയും പ്രതികരണമാണ് അല്പം മുമ്പ് നമ്മൾ കേട്ടത്. അതായത് അവർ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം കുടുംബത്തിന് 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുക, കുടുംബത്തിലെ ഒരാൾക്ക് സർക്കാർ ജോലി നൽകുക, അതോടൊപ്പം തന്നെ ഈ നാട്ടിലിറങ്ങിയ കാട്ടുപോത്തിനെ ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളെ കാട് കയറ്റാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുക. ഈ ആവശ്യങ്ങളിൽ ഉറപ്പ് ലഭിക്കാതെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ഏറ്റുവാങ്ങില്ല എന്നാണ് കുടുംബാംഗങ്ങൾ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. അതിലൊരു തീരുമാനം അവർ കൈക്കൊണ്ടിരിക്കുന്നു. മൃതദേഹം ഏറ്റുവാങ്ങി സംസ്കാരം ഉൾപ്പെടെയുള്ള ചടങ്ങുകളിലേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ ഇക്കാര്യങ്ങളിൽ ഒരു ഉറപ്പ് ലഭിക്കാത്തൊരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് ഇക്കാര്യങ്ങളിൽ ഉറപ്പ് ലഭിച്ച ശേഷമേ ഇനി മൃതദേഹം ഏറ്റെടുക്കുന്ന നടപടികളിലേക്ക് കടക്കൂ എന്നാണ് അവർ പറയുന്നത്. ഈ തെയ്യാമ്മയായി സംസാരിക്കുമ്പോൾ നമുക്ക് വ്യക്തമാകുന്ന കാര്യങ്ങൾ, ഇന്നലെ രാവിലെ 7 മണിയോട് കൂടിയാണ് എബ്രഹാം ജോലി ചെയ്യാനായി ഈ കൃഷിയിടത്തിലേക്ക് പോകുന്നത്. ഇപ്പോഴുള്ള ഈ വീട്ടിൽ നിന്നും ഏതാണ്ട് 7 കിലോമീറ്റർ അകലെയാണ് ഈ കൃഷിയിടം ഉള്ളത്. അവിടെ നേരത്തെ വന്യമൃഗങ്ങളുടെ ആക്രമണം ഉണ്ടായതോടുകൂടി അവിടെ ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായി. തുടർന്നാണ് അവർ മറ്റൊരു വീട്ടിലേക്ക്, അതായത് ഇപ്പോൾ നമ്മളുള്ള കക്കയം ടൗണിനോട് ചേർന്ന ഈ വീട്ടിലേക്ക് താമസം മാറിയത്. തുടർന്ന് ജോലിക്കായി അവിടേക്ക് പോകുന്ന ഒരു സാഹചര്യം കൂടിയാണ് നിലവിലുണ്ടാകുന്നത്. അതിനിടെയാണ് കാട്ടുപോത്തിന്റെ ആക്രമണം ഉണ്ടാവുകയും അതിദാരുണമായി അബ്രഹാം കൊല്ലപ്പെടുകയും ചെയ്യുന്നത്. എന്താണെങ്കിലും പ്രതിഷേധം വലിയ രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. UDF-ന്റെ ഉൾപ്പെടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിക്കുകയാണ്. ഇന്ന് കൂരാശുണ്ട് പഞ്ചായത്തിൽ LDF-ന്റെയും UDF-ന്റെയും നേതൃത്വത്തിൽ ഹർത്താൽ തുടങ്ങിക്കഴിഞ്ഞു. രാവിലെ 6 മണി മുതലാണ് ഹർത്താൽ ആചരിക്കുന്നത്. ഇന്നലെ കക്കയം DFO ഓഫീസിന് മുന്നിൽ UDF-ന്റെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നു. അതിന് സമാനമായ പ്രതിഷേധം ഇന്നും ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഉള്ളത്. നിലവിൽ നമ്മളിപ്പോൾ ഈ വീട്ടിലാണുള്ളത്. ഇവിടെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ വൈകിട്ട് 3 മണിയോട് കൂടിയായിരുന്നു അതിദാരുണമായ സംഭവം നടക്കുന്നത്. കൃഷിയിടത്തിൽ ജോലി ചെയ്യുന്നതിനിടെ കാട്ടുപോത്ത് ഈ കൃഷിയിടത്തിലേക്ക് എത്തുകയും ജോലി ചെയ്യുകയായിരുന്നു അബ്രഹാമിനെ കുത്തി വീഴ്ത്തുകയുമായിരുന്നു. ഏറെ നേരം അദ്ദേഹം വേദനയോടുകൂടി ആ കൃഷിയിടത്തിൽ കിടക്കുന്ന സാഹചര്യം ഉണ്ടായി. തുടർന്ന് നിലവിളി കേട്ടെത്തിയ നാട്ടുകാരാണ് ആദ്യം ആശുപത്രിയിൽ എത്തിച്ച് ആരോഗ്യാവസ്ഥ ഗുരുതരമായതോടുകൂടി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും വഴിയാണ് അബ്രഹാം മരിക്കുന്നത്. തുടർന്ന് അവിടെ ഇൻക്വസ്റ്റ് നടപടികൾ ഉൾപ്പെടെ ആരംഭിക്കാൻ ശ്രമിച്ചെങ്കിലും UDF-ന്റെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധമുണ്ടായി. ആംബുലൻസ് തടഞ്ഞ് UDF പ്രവർത്തകർ പ്രതിഷേധിക്കുകയായിരുന്നു. അതേ തുടർന്നാണ് ഈ കാട്ടുപോത്തിനെ
മയക്കുവെടി വെക്കാമെന്ന ഉറപ്പ് ജില്ലാ കളക്ടറും അതോടൊപ്പം വനം വകുപ്പ് ഉദ്യോഗസ്ഥരും നൽകിയത്. ഇന്ന് ഈ കാട്ടുപോത്തിനെ വെടിവെക്കാനുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുമെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. രാവിലെ 10 മണിയോടുകൂടി ദൗത്യ സംഘം കക്കയത്തെത്തും. ഇതിൽ പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് ഈ പ്രദേശത്ത് ഒന്നിലധികം കാട്ടുപോത്തുകൾ നിലവിൽ ഇറങ്ങിയിട്ടുണ്ട്. അതിൽ അക്രമകാരിയായ കാട്ടുപോത്തിനെ കണ്ടെത്തി മയക്കുവെടി വെക്കുക എന്ന് പറയുന്നത് വലിയ ദുഷ്കരമായ ഒരു നടപടിയാണ്. പക്ഷേ ജനങ്ങളുടെ പ്രതിഷേധം കണ്ടില്ലെന്ന് നടിക്കാൻ വനം വകുപ്പിനാകില്ല. അതുകൊണ്ടാണ് ഈ കാട്ടുപോത്തിനെ കണ്ടെത്തി വെടിവെക്കാമെന്ന ഒരു ഉത്തരവ് ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുള്ളത്. ആ നടപടിക്രമങ്ങളിലേക്ക് രാവിലെ 10 മണിയോടുകൂടി കടക്കുമെന്നാണ് അറിയുന്നത്. അതോടൊപ്പം തന്നെ നിലവിൽ അടിയന്തരമായി 10 ലക്ഷം രൂപ വനം വകുപ്പ് നൽകാമെന്ന് അറിയിച്ചിട്ടുണ്ട്. അത് ഇന്ന് DFOയുടെ നേതൃത്വത്തിൽ ഒരുപക്ഷെ കൈമാറിയേക്കാം. പക്ഷേ പ്രതിഷേധ സാഹചര്യം നിലവിലുള്ളതിനാൽ DFO പ്രദേശത്തേക്ക് എത്തുമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. അങ്ങനെ വരികയാണെങ്കിൽ ജില്ലാ ഭരണകൂടമായിരിക്കും അടിയന്തര സഹായമായ 10 ലക്ഷം രൂപ കുടുംബത്തിന് കൈമാറുക. എന്താണെങ്കിലും ഈ ഉറപ്പുകൾ ലഭിക്കാതെ മൃതദേഹം ഏറ്റുവാങ്ങില്ല എന്നാണ് കുടുംബം വ്യക്തമാക്കുന്നത്. ഓക്കെ, താങ്ക് യു. രാഹുൽ സുരേഷ് ആണ് നമുക്കൊപ്പം ചേർന്നത്. കക്കയത്തെ കാട്ടുപോത്തിൻ്റെ ആക്രമണത്തിൽ മരിച്ച അബ്രഹാമിൻ്റെ വീട്ടിൽ നിന്നാണ് നമുക്കൊപ്പം രാഹുൽ സുരേഷ് ചേർന്നത്. എന്തായാലും ഈ കുടുംബം അനാഥമാകാതിരിക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തേണ്ടത് സംസ്ഥാന സർക്കാരാണ് എന്ന് ഞാൻ പറയും. അതിനിടയിൽ ഒരു സുഹൃത്ത് ഇബ്രാഹിം എസ് ചോദിക്കുന്നു, വന്യജീവി ആക്രമണത്തെ മാധ്യമങ്ങളും പ്രതിപക്ഷങ്ങളും രാഷ്ട്രീയവൽക്കരിക്കുന്ന ലോകത്തിലെ ഏക സ്ഥലം കേരളമാണെന്ന് അദ്ദേഹം പറയുന്നു. ഇതേക്കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഒരിക്കലും ഇതൊന്നും രാഷ്ട്രീയവൽക്കരിക്കാൻ പാടില്ല. കാരണം ഇത് നമ്മുടെ നാട്ടിലെ ഒരു പ്രതിഭാസമായി ഇത് മാറിയിരിക്കുന്നു. കാരണം വനത്തിൽ ഒരുപക്ഷെ വെള്ളം കിട്ടാനില്ല, അതല്ലെങ്കിൽ കുടിക്കാൻ വെള്ളമില്ല, ഭക്ഷണ വസ്തുവില്ല. ഈ അവസ്ഥയിലായിരിക്കാം കാട്ടുമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങി വരുന്നത്. ഇത് രാഷ്ട്രീയവൽക്കരിക്കേണ്ട കാര്യമല്ല. ഇതിനെ നമ്മൾ മൊത്തത്തിൽ കേരളം നേരിടേണ്ട കാര്യമാണ്. കാര്യം പത്തനംതിട്ട, വയനാട്, ഇടുക്കി തൃശ്ശൂർ ഇതുപോലെയുള്ള ജില്ലകളിൽ ഈ കാട്ടാനയുടെയും മറ്റു കാട്ടുമൃഗങ്ങളുടെയും ആക്രമണം വളരെ കൂടി വരികയും മനുഷ്യജീവൻ നഷ്ടപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം രാഷ്ട്രീയമായ മുതലെടുപ്പിന് ഒരിക്കലും വിധേയമാക്കാൻ പാടില്ല എന്ന് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. കാര്യം ഇത് രാഷ്ട്രീയ പ്രശ്നമല്ല, ശരിക്കും നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പൊതു പ്രശ്നമാണ്. ഇത്രയും ചുട്ടുപൊള്ളുന്ന ചൂടിൽ കാട്ടിൽ പറ്റാത്ത മൃഗങ്ങൾ വെള്ളം ശുദ്ധജലമൊക്കെ തേടി നാട്ടിലേക്ക് ഇറങ്ങുകയല്ലെന്ന് ആര് കണ്ടു?